മുസ്ലിമിനെ പലയിടങ്ങളിലായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. മുസ്ലിമിനെ മാത്രമാണോ അവർ ലക്ഷ്യമിടുന്നത്? എല്ലാവരെയുമാണ്, എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തെയുമാണ്. ഇത് മറക്കരുത്. ഇവര് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ നേടാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തും. ആ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത്. അത് RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം. കേരളത്തിൻ്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മളെ നാട്ടുകാർ മാത്രമല്ലല്ലോ, കേരളീയരല്ലാത്തവർ തന്നെ പ്രതിഷേധിച്ചല്ലോ, പ്രതികരിച്ചല്ലോ. സാംസ്കാരിക രംഗത്തിന് യോജിക്കാൻ പറ്റാത്ത സമീപനല്ലേ, തീർത്തും തെറ്റായ നിലപാടല്ലേ എടുത്തിട്ടുള്ളത്. അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുന്നു എന്നത് അതിലും കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും. നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി കേരളത്തെ എന്തോ ഒരു വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ്. ഈ നാട് നല്ല രീതിയിലുള്ള സാഹോദര്യ ബന്ധത്തിൻ്റെ നാടാണല്ലോ. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണല്ലോ കേരളം. നവോത്ഥാന കാലം മുതൽക്ക് അത്തരമൊരു നാട് പടുത്തുയർത്താനല്ലേ നമ്മൾ ശ്രമിച്ചു വന്നിട്ടുള്ളത്. ആ നാടായിട്ട് ഇന്നും നമുക്ക് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്നില്ലേ? ആ നാടിനെ ഒരു വല്ലാത്ത അപമതിപ്പുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നാം കാണേണ്ടത്. ആ ശ്രമത്തെയാണ് എതിർക്കേണ്ടതും അപലപിക്കേണ്ടതും.